ഇന്നത്തെ സ്പെഷ്യൽ വയനാട് പോത്തുംകാല് കറി. ഇപ്പം നമ്മൾ ആദ്യമേ കുക്കറിൽ ഇട്ട് വേവിച്ചിട്ട് മസാല, നമുക്ക് ഇറച്ചിക്കറി വെക്കുന്ന മസാല എല്ലാം ഇടാം. അത് കഴിഞ്ഞിട്ട് വേറെ കൂട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമുക്ക് സാധാ ഇറച്ചി കറി വെക്കുന്ന മസാലയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അത് എല്ലാവർക്കും അറിയാം, ഓരോരോ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ആദ്യം പോത്ത് കാല് കുക്കറിലിട്ട് വേവിക്കുക. അത് കഴിഞ്ഞ് ജീരകവും തേങ്ങയും കൂടെ നെയ്യിൽ, നമ്മളെ നാടൻ നെയ്യിൽ വറുത്ത് മിക്സിയിൽ അരച്ച് നമ്മുടെ ഈ മസാലയിൽ ചേർക്കണം. ഇതാണ് നമ്മുടെ കുക്ക്, നമ്മളെ ജ്യേഷ്ഠനാണ്, കൂട്ടാണ്. ഞങ്ങൾ ഫാമിലിയിൽ ഇത് ഉണ്ടാക്കി പരീക്ഷിക്കുകയാണ്. ഇവർക്കൊന്നും ഇത് വിഷയമുള്ള കാര്യമല്ല, കാരണം 24 മണിക്കൂറും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പോത്ത് കറി വെച്ച് നമ്മളെ കൊടുക്കും. തേങ്ങ നല്ല റോസ് കളറാവണം, എങ്കിലേ നമുക്ക് മിക്സിയിലിട്ട് അരച്ച് എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും. ഇന്ന് ക്രിക്കറ്റ് കളി ഉണ്ട്, പക്ഷേ അതൊന്നും കാണാനുള്ള സമയമില്ല. എല്ല് കറിയിലാണ് നമ്മുടെ ശ്രദ്ധ. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്തെടുത്ത തേങ്ങ മിക്സിയിലിട്ട് അടിക്കണം, നല്ല കണക്ക്. നല്ല കുഴമ്പ് പരുവത്തിൽ നമ്മൾ തേങ്ങയും ജീരകവും ഇട്ട് വറുത്തെടുത്തതാണ്. നല്ല കുഴമ്പ് പരുവത്തിൽ മിക്സിയിലിട്ട് അടിച്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കൂട്ടി വെച്ചിരുന്ന മസാലയ്ക്കകത്ത് ഇത് ഒഴിക്കണം. മസാലയിലൊഴിച്ച് നല്ലതുപോലെ ഇളക്കി പിടിപ്പിക്കണം. നമ്മൾ ആദ്യം ഇതൊരു 10 പിസിലെങ്കിലും കേൾക്കണം. ഇത് ഫിസിൽ ഒരുപാട് വെള്ളം ആയ കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു തുണി ചുറ്റും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ വെള്ളം ചാടി വെളിയിലോട്ട് പോകില്ല. നമ്മളിപ്പോൾ തേങ്ങ അരച്ചതിനകത്ത് ചേർത്ത് ഒരു ചെറിയ തീക്കനലിൽ ഇത് അടുപ്പിൽ കിടക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ എല്ല് വെന്ത് റെഡിയാവും. പിന്നെ കുറച്ച് കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്, മല്ലിയിലയൊക്കെ. ചപ്പാത്തി ചുടുകയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. ബെറോട്ട മേടിച്ചിട്ടുണ്ട്, പക്ഷേ ഉമ്മാക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം. ചപ്പാത്തി നമ്മൾ ചുടുകയാണ്. അതിപ്പോൾ നമ്മൾ കുക്കറിൽ ഫിസിലെല്ലാം കഴിഞ്ഞ് ഇറക്കി വെച്ച്, അപ്പം ഒരുവിധം എന്തല്ല നല്ല കണക്ക് വെന്തിട്ടുണ്ട്. എൻ്റെ എയർ ഫുള്ള് കളഞ്ഞിട്ടേ തുറക്കാവൂ, എല്ലാവരും കെയർ ചെയ്യുക. നമ്മളെ എല്ല് കുക്കറിലിട്ട് വേവിച്ചത് നമ്മൾ മസാലയിലോട്ട് ഇടുവാണ്. എല്ല് കറി കഴിക്കത്തില്ല, അതുകൊണ്ട് മീൻ കറി കൂട്ടി ചപ്പാത്തി, സാമ്പാർ. നമ്മളെ കുക്കറിലിട്ട അടിച്ച വെള്ളം കൂടെ കുറച്ച് ഒഴിക്കണം, എങ്കിലേ ടേസ്റ്റ് നമുക്ക് കിട്ടും. കുറച്ച് മതി, നമുക്ക് കറിക്ക് അനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഇനി നമ്മളത് സ്റ്റൗവിലോട്ട് കയറ്റിയിട്ട് ആ മസാല പിടിക്കാൻ വേണ്ടി നല്ലോണമൊക്കെ ഇളക്കി കൊടുക്കണം.
ബെറോട്ട റെഡി. അങ്ങനെ നമ്മുടെ പോത്ത് കാല് വയനാടൻ കറി റെഡി ആയിരിക്കുവാണ്. നമുക്ക് നല്ല ബെറോട്ട അല്ലെങ്കിൽ ചീനി, ചപ്പാത്തി, ചോറ് ഏതിൻ്റെ കൂടെ ഒന്നും കഴിക്കാം. നമ്മൾ കഴിക്കാൻ ഇരിക്കാനുള്ള വർഷ വിരിച്ച് മാറ്റി വിരിച്ചേക്കുവാണ്. നമ്മൾ ഉടനെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ല് കറി റെഡിയാക്കി കഴിക്കാനുള്ള സെറ്റപ്പിൽ വെച്ചേക്കുവാണ്. ഇനി പ്ലേറ്റുകൾ വരണം. ഇനി നമ്മളിരിക്കും, കഴിക്കും. അങ്ങനെ നമ്മൾ പ്ലേറ്റ് നേരത്തെ കഴിഞ്ഞു. ഇനി ഓരോരുത്തർ ഇരിക്കും. നമ്മളെ വയനാട് പോത്തുംകാല് കറി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ നമ്മൾ ബെറോട്ട എല്ലാ പ്ലേറ്റിലും ബെറോട്ട ഇടുകയാണ്. ബെറോട്ടയാണ് ഇന്നത്തെ നമ്മളെ. പിന്നെ എല്ലാവർക്കും ചീനി, കപ്പ, ചപ്പാത്തി, ചോറ് അതിൻ്റെ കൂടെയും കഴിക്കാം. നമ്മുടെ സ്പെഷ്യൽ ബെറോട്ടയാണ്. നമ്മളെ കുക്ക് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. കട്ടിംഗ് ബോർഡ് എടുത്ത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ എല്ല് അതിനകത്തുനിന്ന് മജ്ജ തട്ടി എടുക്കാൻ വേണ്ടി. ഇവിടെ കുറച്ച് ചീനി ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മളെ ഫാമിലിയിലെല്ലാവരും ഇരുന്ന് കഴിക്കാൻ